ഹായ് ഹലോ എം ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മരിയ ജോബിൻസാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം ഞായറാഴ്ച ദിവസം നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ അന്നത്തെ ദിവസമാണ് നമ്മളെല്ലാവരും വീട്ടിലുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കും. പള്ളിയിലെല്ലാം പോയിട്ട് വന്ന് അടുക്കി പറക്കുക, പിന്നെ ക്ലീനിങ്, അങ്ങനെ കുറേ പരിപാടികളുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ വീട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെല്ലാം ഒന്ന് വാരി ക്ലീനൊക്കെ ഒന്ന് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ പരിപാടി. അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീനെല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുക്കളയിൽ എല്ലാം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനൊക്കെ ഉണ്ട്. അത് നമ്മൾ കല്ലിൽ അലക്കാനുള്ളതൊക്കെയാണ്. അതെല്ലാം നമ്മളൊന്ന് വെള്ള ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ കല്ലിൽ തന്നെ അലക്കിയാലേ നമുക്ക് അതിന് റിസൾട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഞാൻ കല്ലിലൊക്കെ അലക്കി. ഇന്നത്തെ ദിവസം നമുക്ക് ഫുള്ള് ഡ്യൂട്ടിയാണെന്ന് പറയാം. ഞായറാഴ്ച എല്ലാവർക്കും തന്നെ പൊതുവെ എല്ലാവർക്കും ജോലിയുള്ള ദിവസമാണെന്ന് വെച്ചാൽ വീട്ടിലെ ജോലികളാണ്. പുറത്ത് പോയി ജോലി ചെയ്യുന്നതല്ല, നമ്മുടെ വീട്ടിലെ ജോലികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത് തന്നെ അത്യാവശ്യം രാവിലെ തന്നെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചോറെല്ലാം റെഡിയായി. പിന്നെ ഇനി കപ്പയും കറിയൊക്കെയാണല്ലോ നമ്മൾ ഞായറാഴ്ച ദിവസമാകുമ്പോൾ സാധാരണ എല്ലാ വീടുകളിലുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈച്ചായനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ കുക്കിങ്. അപ്പോൾ ഈച്ചായനും കൂടും, പപ്പായും കൂടും, എല്ലാവരും കൂടെ ഒത്തൊരുമയായിട്ടൊരു കറി, എല്ലാം കൂടെ ഫുഡെല്ലാം ഉണ്ടാക്കുക, നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കപ്പയുണ്ട്, മെയിനായിട്ട് കപ്പയും കറിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് റെഡിയാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പം നമ്മുടെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് LED ബൾബൊക്കെ ഇടണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളെല്ലാം ഞങ്ങൾ പൊടി തട്ടിയെടുത്തു. എന്ന് വെച്ചാൽ ബൾബുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുറേയേറെ ബൾബുകളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണത്തെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമല്ല, അല്ലെങ്കിൽ ഈ മാലയെല്ലാം നമ്മൾ അഴിച്ച് വലിയ കാര്യത്തെ നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പം സംഭവം കത്തിയില്ലെങ്കിൽ ഇതായിപ്പോവും. അപ്പോൾ അത് കാരണം ഇച്ചായനും ഞാനും കൂടെ അത് എല്ലാം സെറ്റാക്കി അമ്മയും കൂടി എല്ലാം നമ്മളതിൽ ലൈറ്റ് ഓണാക്കിയൊക്കെ നോക്കി. അപ്പോൾ ചിലതെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചെറിയ വയറാണല്ലോ, അപ്പോൾ അതൊക്കെ എളുപ്പം അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ട്രീ ഒക്കെ ഇച്ചിരി വ്യത്യസ്ത രീതിയിലാണ്. എന്ന് വെച്ചാൽ പുറത്തേക്ക് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളെപ്പോഴും ബൾബുകളും ഒക്കെ ഇടാറ്. ഇത്തവണ നമ്മൾ ചാമ്പയുണ്ട്, പേരയുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്കൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊക്കെ ഇടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗി കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഇനി എക്സ്ട്രാ നമ്മളിനി ട്രീ പണിയണം, പുൽക്കൂട് കെട്ടി വെക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാറും ഉണ്ട്. സ്റ്റാറെല്ലാം നമ്മൾ ഇട്ടു ഓൾറെഡി. നമ്മൾ സ്റ്റാറെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയും കുറേ പരിപാടികളുണ്ട്. ഇതിനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും വീഡിയോസ്. നമ്മൾ കുറച്ച് നാൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ബ്രേക്കായി പോയായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ മറന്നു പോയി കാണും എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ നിങ്ങൾ തിരിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറന്നു പോയവരൊക്കെ വീണ്ടും ഒന്ന് ഓർമ്മിച്ച് നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം രാത്രി എന്ന് വെച്ചാൽ സന്ധ്യയോടുകൂടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് തന്നെ. എന്നാലേ നമുക്കിതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു, പൊക്കത്തിലൊക്കെ ഇടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ചെറിയ തോട്ടിക്കമ്പൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ബൾബൊക്കെ എടുത്ത് എറിയുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കത്തൂല, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണമല്ലോ. എന്ന് വെച്ചാൽ 2-3 വർഷത്തെ പഴക്കമുള്ള സംഭവമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ടാണേ. അല്ലെങ്കിൽ ഇത് പണ്ടേ ഇതെല്ലാം നശിച്ചു പോയേനെ. എങ്കിലും നമ്മളിനി കുറച്ച് സാധനം കൂടെ നമുക്ക് വാങ്ങിക്കണം, കുറച്ച് ബൾബും കൂടെ നമുക്ക് മേടിക്കണം. ഇത്തവണ മാല ബൾബൊക്കെ കുറവാണ്. ഇനി നമ്മൾ ട്രീ പണിയുന്നുണ്ടല്ലോ, ആ ട്രീയിൽ നല്ല ഭംഗി ഇച്ചിരിയേറെ ബൾബുകളൊക്കെ വെക്കണം, സ്റ്റാർ ഇടണം, അങ്ങനെയൊക്കെ കുറച്ച് ഐഡിയപരമായിട്ട് നമ്മൾ ചെയ്യണമെന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ
കുഞ്ഞൊരു വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യണം, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ ആദ്യ വീഡിയോ ആയിട്ട് തന്നെ കരുതിക്കൊള്ളുക. നമ്മൾ ഇനിയിപ്പോൾ ഉടനെ കണ്ടിന്യൂ ആയിട്ട് ഇതിൻ്റെ തന്നെ വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ ബൈ.